ഇവിടെ എന്തൊരു മദ്യത്തിൻ്റെ മണം എന്ന് പറഞ്ഞ പോലെ വെറുതെ പറഞ്ഞാട്ടാ. രാവിലെ അല്ല അത്താഴത്തിന് എണീറ്റാണ് ഇന്നലെ ഉണ്ടാക്കിയ സ്നാപ്പൊക്കെ കഴിച്ച് കാലിയാക്കി വെച്ചോണം. ഇൻഷാല്ലാ ബാലൻസ് ആവുമ്പോഴാണ് ടെൻഷൻ. ഇവിടെ എന്തോ കാര്യപ്പെട്ട പണി നടന്നിട്ടുണ്ട്. നോക്കട്ടോ. ചൂടാക്കി അപ്പൂൻ്റെ അപ്പം ഇങ്ങനെ ബഹളം വെച്ചിട്ടേ ഇക്ക കിടക്കൂല. ഇക്ക അത്താഴം കൂടി കഴിഞ്ഞിട്ട് കിടത്താം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നിന്നോ പറഞ്ഞു. ബീഫ് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഞാൻ എങ്ങനെ ഇപ്പം അത് തണുപ്പ് വിട്ടിട്ടാകാന്നൊക്കെ കരുതിയിരുന്നു. ജസ്റ്റ് ചട്ടിക്ക് ചൂടാക്കിയിട്ടാണ് പോയാൽ മതിയായിരുന്നു. ഞാൻ 2 മണിക്ക് കിടന്നിട്ടുള്ളൂ. ഇതിപ്പോൾ 4:30 ടൈം. അപ്പോൾ ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കറി ചൂട് ആക്കണം, ചിലപ്പോൾ ചൂടാക്കണം. കറിയൊക്കെ ആക്കി വെച്ചിട്ട് പോയതായിരുന്നു. ചോറ്, ചിക്കൻ ഫ്രൈ ഉണ്ട്. ഇതൊക്കെ പത്തിരിത്ത ബാലൻസ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതാണ്. കുറച്ച് സമയം കിടന്നാൽ ഭയങ്കര ക്ഷീണമാണ്. കിടന്നിട്ടില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കിടന്നിട്ടില്ലെങ്കിലേ അവന് എണീക്കുമ്പോൾ അവന് പെട്ടെന്ന് എണീക്കുമല്ലോ. അപ്പം എനിക്ക് തീരെ ഉറക്കം കിട്ടുമല്ലോ. ഒരു ദിവസം ഒരു 2-3 അവർ പോലും കിട്ടാത്ത മാതിരിയാകും. അപ്പം അത് കാരണം 2 മണിയൊക്കെ ഒരു 2-2:30 വരെ 2 മണിക്ക് കിടന്നാൽ ഞങ്ങൾക്ക് സ്വിച്ചിട്ട പോലെ ഒന്നും എന്നെക്കൊണ്ട് കേൾക്കാൻ കഴിയും. ഉറങ്ങൂല കേട്ടോ. ഒരു 2 അവർ ഒക്കെ കിട്ടിയാലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ കിടന്നു. പക്ഷെ അങ്ങനെ കിടന്നാൽ എനിക്ക് ഭയങ്കര ക്ഷീണം പോലെ ഫീൽ ചെയ്യും. ഉറങ്ങിനെ എണീക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നേരെ മറിച്ചിട്ട് അവൻ എണീറ്റിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ പിന്നെ അങ്ങോട്ട് എവിടെ നിന്നാന്ന് അറിയൂല, അങ്ങനെ ബോധം വരും. അവൻ എണീറ്റ് പണി തുടങ്ങിയാലേ ചിലപ്പോൾ തലമലൊക്കെ ആയിരിക്കും ആളുണ്ടാവുക. അങ്ങനെ തന്നെ ബെഡിലൊന്നും കിടക്കാനേ കഴിയൂല. തലമ്മ ചവിട്ടി നിന്നിട്ട് ഓന് കർട്ടന് വലിച്ചു പൊക്കിയിട്ട് ഓന് പുറം കാഴ്ചയൊക്കെ കാണാൻ ഉള്ളൊരു ഇതാണ്. അപ്പോൾ ചായ പരിപാടി ഇല്ല കേട്ടോ. തുറക്കുന്ന സമയത്തും ഇല്ല, എപ്പോഴും ഇല്ല. ഞാൻ കുടിക്കലില്ല. അപ്പം ഇക്കൊക്കെ ഞാൻ 2-3 ദിവസമൊക്കെ ചെയ്ത് പിന്നെ ഇക്കയും കഴിക്കണില്ല, കുടിക്കണില്ല. അപ്പോൾ പിന്നെ ഞാനത് ചെയ്യണില്ല എന്ന് കരുതിയിട്ട്. ഇനി വേണമെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ ഒരു ബിസ്ക്കറ്റ് കഴിക്കുക അങ്ങനെ ഉണ്ടാവും. ആദ്യത്തെ ദിവസം അങ്ങനെ ഒരു ബിസ്ക്കറ്റും ഇതും കഴിച്ചു, ചായയും വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുണ്ടായിരുന്നില്ല. പിന്നെ ഈത്തപ്പഴം എന്തായിരുന്നു, ഈത്തപ്പഴം വെള്ളം കുടിച്ചിട്ട് അങ്ങനെ അതാക്കും. അപ്പോൾ എണീറ്റ് വരുമോയെന്ന് അറിയൂല ചെക്കന്. ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു ധാരണയിൽ നല്ലവനക്ക് ഞാൻ കുറച്ച് പാല് കുപ്പിയിലാക്കി കൊടുത്തു. മറ്റത് വേറെ എന്തെങ്കിലും വെള്ളം കുപ്പിയിൽ ജ്യൂസോ അങ്ങനെയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ഒരു ദിവസം അത് കുടിച്ചിട്ട് അങ്ങനെ അവൻ്റെ പകൽ പാലൊടിക്കണത് അങ്ങനെയും ഈ വെള്ളവും കൂടി ആകുമ്പോൾ കഴിയും. എന്നാലും അവനത് കുടിച്ചില്ല. അപ്പം അതിൻ്റെ ക്ഷീണം ഉണ്ടാവും എനിക്ക്. അപ്പോൾ അവന് ഇനി ഉറങ്ങാൻ സമയക്കില്ല. എന്തായിരുന്നാലും ഇക്കൻ്റെ അടുത്തൊന്ന് പോയോക്കാം. എന്താ നമ്മുടെ ഡാൻസോ, എന്താ അടുക്കളയിൽ എന്തൊക്കെ പണിയെടുത്തത് പറയേ. അതെ, ഇന്നിപ്പോ നേരായിട്ടില്ലെങ്കിലും ഞാൻ അത് പറയാലോ. മറ്റേറെ റീലില്ലേ ഭാര്യ വരുമ്പോ വിശക്ക് എടുക്കുമ്പോ പറയും ഞാൻ വന്ന് അതുണ്ടാക്കി തരും ഇതുണ്ടാക്കി തരും. അത് എന്നിട്ട് ഓള് ഇവിടെ എത്തിയപ്പോ കട്ടൻ ചായ ചോദിച്ചാലും ഇല്ല. എനിക്കറിയാം. ഓ ഐഡിയ വരെ അറിയാ പറയും.
ഇത് പറഞ്ഞത് ഞാൻ മറന്നു. എന്താ പറയണ്ട്? ഐഡി വരെ അറിയലേന്ന്. ഐഡി വരെ അറിയാട്ടോ. ഇത് നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ്. നമ്മളുണ്ടാക്കുന്ന ഭയങ്കര ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആണ്. യൂട്യൂബൊക്കെ ട്രൈ ചെയ്തോളി. അങ്ങനെ പറഞ്ഞോളൂ. അല്ല അങ്ങനെയല്ലേ പറഞ്ഞ അവസാനത്തെ ഡയലോഗ് വേണ്ടല്ലേ, അങ്ങനെ പറഞ്ഞോളൂന്ന് പറഞ്ഞ വേണ്ടല്ലേ. റമദാനല്ലേ വെറുതെ തൊട്ടൂടെ? റമദാനല്ലേ ഉണ്ണി. ഞാനേ എങ്ങനെ ഇപ്പൊ കരിഞ്ഞു. ഓഫാക്കി. അല്ലേ എങ്ങള് നാട്ടിൽ നിന്നുണ്ട് കടയിലൊക്കെ അത് വേണ്ടേ? ഇവിടെ ആരും ഇല്ല, നമ്മൾ തന്നെ ഉള്ളൂ. ബീഫ് കഴിക്കാനുള്ള യോഗം ഉണ്ടല്ലോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം. കറുത്തിട്ടില്ല തുടങ്ങാ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞെല്ലാരും സബ്സ്ക്രൈബ് അല്ലേ. ഞാൻ എന്തോന്ന് പറയാം, ഞാനിപ്പോ എങ്ങനെയാ അത് തണുപ്പ് വിട്ടിട്ട് പിന്നെ ഇപ്പൊ കഴിക്കാൻ കഴിയോന്നൊക്കെ അങ്ങനെ കരുതി. അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് വിട്ടു പോകും. അതെ, അത് ചട്ടിക്ക് ഇട്ടിട്ട് കിടന്നാ മതിയായിരുന്നു എന്ന് കരുതിന്ന്. വന്നപ്പോ അങ്ങനെ ഡോറ് തുറന്നപ്പോ തന്നെ ഇങ്ങനെ ഒരു വിശപ്പശക്ക്. ഞാൻ ആദ്യം കരുതി അപ്പുറത്തുള്ള ഓളാണ്. ഓളും തട്ടും മുട്ടും തുടങ്ങുമ്പോതിന് അപ്പം അറിയ നമ്മള് ബോബൂനെ വിളിക്കാണ് എഴുതിയിട്ട് പോളാണ് എഴുതി. അപ്പൊ നമ്മള് ഡോർമക്ക് നോക്കുമ്പോളേ അപ്പോ ചില സമയത്ത് രണ്ട് പ്രേതങ്ങൾ അങ്ങോട്ടും കൂടെ പോകും. അപ്പൊ എന്നെ നോക്കി ഹായ് ഷാനു എന്നിട്ട് എന്റെ റൂമിന്റെ കൂടെ ഒറ്റ ഒരു പോക്കുണ്ട്. മുട്ടിലേക്ക് വാതിലെടുത്ത് ഇടക്കിടക്ക് തുറന്നു നോക്കുന്നുണ്ട്. ജിന്ന് എന്നാ പറയാ, നാട്ടിലൊക്കെ പ്രേതം എന്ന് പറഞ്ഞ ഈ വാതിലിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ റൂമിൽ കഴിഞ്ഞാൽ റൂമിന് ജനലിന്റെ കൂടെ പുറത്തേക്ക് ഒറ്റ പോകും. ചുമരിന്റെ ഉള്ളിൽ കൂടെ പോവില്ലേ? അവിടെ ഡോറില്ലല്ലോ, ചുമരിന്റെ ഉള്ളിൽ പോലെ കിട്ടിയ ഗ്യാപ്പ് കൂടെ പോകാൻ നെറ്റിന്റെ ഉള്ളിൽ കൂടെ. രാത്രി ഒറ്റക്ക് നീച്ച് വരുമ്പോ സമയത്ത് ജസ്റ്റ് നോക്കിയാൽ കാണല് പൊളിച്ചങ്ങനെ. ഇപ്പോഴാണ് എന്റെ മുഖം വീഡിയോ എടുക്കേണ്ടത്. അതാ ജനലിന്റെ കൂടെ ബാത്റൂമിൽ ഡോർ നോക്കുമ്പോ കാണാലോ. ഇജ്ജ് പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ എക്സോസ്റ്റ് ഒക്കെ അതിന്റെ ഇടയിൽ കൂടെ ഒറ്റ പോക്കാണോ വിളിച്ചോ. ഓഹ് സ്പീഡ് വെച്ചിട്ടാ ഞാൻ ഉറക്കാത്തത് അതാണ്. ചൂടില്ലേ? കറി മൊത്തത്തില് ചൂടാക്കണോ? ഞാൻ ഫ്രിഡ്ജൊക്കെ എത്താന്ന് എഴുതിട്ട് ചൂടാക്കണ്ട. ടേബിൾ മേലെ അപ്പുറത്തുണ്ടായിട്ട്